ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ജോമോൾ ബോസ്. ഞാൻ പൂഞ്ഞാർ മണിയങ്കുന്ന് ഇടവക ദേവാലയത്തിൽ നിന്നും വരുന്നു. ഇത് എൻ്റെ ഹസ്ബൻഡ് ബോസ്, മക്കൾ ജോബിൻ ബോസ്, ജോയൽ ബോസ്. ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 മെയ് മാസം 22-ാം തീയതിയാണ്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഞാൻ പാലായിൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ കൃപാസനം എന്നൊരു പള്ളിയിൽ പോയിരുന്നു മോളെ, അവിടെ കൃപാസനം അമ്മ എന്ന അമ്മയുണ്ട്, മോളവിടെ പോയാൽ മോൾക്ക് മോളുടെ ആവശ്യങ്ങളൊക്കെ സാധിക്കും, അവിടെ അവരമ്മയുണ്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു കൃപാസന അമ്മയെ കാണണം, ഇവിടെ വരണമെന്ന്. അങ്ങനെ എൻ്റെ ആഗ്രഹം സാധിച്ചു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ വീട്ടിലേക്കൊരു വഴി ഉണ്ടായിരുന്നില്ല. 10 വർഷമായി ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് വീട്ടിലേക്കൊരു വഴിയില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. രാത്രിയിലൊക്കെ പിള്ളേരെയൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുകൊണ്ട് വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്കവിടെ വണ്ടി സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്കൊരു വഴി ലഭിക്കണമേ ഈ അമ്മേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഒരു ചേട്ടൻ, ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഒരു ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു, വഴി തരാം, 5 ലക്ഷം രൂപയാണ് ഞാൻ ചോദിക്കുന്നത്, അതിൽ കുറച്ച് തരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മ മാതാവേ ഞങ്ങൾക്കൊരു വഴി തരണമേ എന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞ് ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 2ാമത്തെ തവണ ആ ചേട്ടൻ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 3.25 ലക്ഷം രൂപയ്ക്ക് സ്ഥലം വഴി നിങ്ങൾക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സമ്മതിച്ചു, ഇനി തരികയില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സമ്മതിച്ചു. മാതാവിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് വഴി ലഭിക്കുകയും ചെയ്തു. എൻ്റെ 2ാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത്, ഞങ്ങൾക്കൊരു ഭവനമുണ്ടായിരുന്നില്ല. ഞങ്ങളൊരു ഷെഡിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. 4 വർഷമായിട്ട് ഞങ്ങൾ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തെ ജവമാല റാലിയിൽ ഇവിടെ വന്ന് പങ്കെടുത്തു പ്രാർത്ഥിച്ചു. അമ്മേ മാതാവേ ഞങ്ങൾക്കൊരു ഭവനം തരണമേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അമ്മേ മാതാവ്, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ അമ്മേ മാതാവിനോട് പറഞ്ഞിരുന്നു, അമ്മേ മാതാവേ ഞാൻ വീട്ടിൽ തിരിച്ചെത്തുമ്പോഴേക്കും ഞങ്ങൾക്കൊരു ഭവനം ലഭിക്കുവാനുള്ള വഴി അമ്മ കാണിച്ചു തരണമേ എന്ന് ഞാൻ കരഞ്ഞിവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. പിറ്റേ ദിവസം ഒരു ചേട്ടൻ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസം ആ ചേട്ടൻ ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു, 9.25 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഞാനൊരു 630 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് പണിത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മേ മാതാവിന് ഒത്തിരി നന്ദി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്കൊരു വീട് പണി കഴിക്കാൻ അമ്മേ മാതാവ് സഹായിച്ചു. ഫെബ്രുവരി 14-ാം തീയതി വീടിൻ്റെ കയർത്താമസം കഴിഞ്ഞു. എൻ്റെ 3ാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡ് ഒരു തടിയുടെ ഏരമ്പെട്ട് പണിക്കാരനാണ്. എല്ലാ ദിവസവും പണിയാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പരിശുദ്ധ അമ്മയുടെ തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി വിടുമായിരുന്നു. ഒരു ദിവസം ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ അന്ന് ഞാൻ തൈലം പുരട്ടി കുരിശ് വരച്ചു വിട്ടു. അന്ന് തടി വെട്ടിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ മരത്തിൻ്റെ വടം തെറ്റിപ്പോയി മരത്തിൽ നിന്ന്. അങ്ങനെ വടം തെറ്റിപ്പോവുകയും 35 അടി മുകളിൽ നിന്നും താഴേക്ക് വീഴുകയും ചെയ്തു. അപ്പോഴൊന്നും എന്നെ അറിയിച്ചില്ല. ഹോസ്പിറ്റലിൽ മാസ്ലീവായി കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി എക്സ്റേ എടുത്തു. അപ്പോൾ ഞരമ്പ് വലിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു ദിവസം അവിടെ അഡ്മിറ്റ് ആണോയെന്ന് പറഞ്ഞു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നറിയണമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റായി. അപ്പോഴേക്കും എന്നെ വിളിച്ച് പറഞ്ഞു, ഞാനിങ്ങനെ മരത്തിൽ നിന്ന് താഴെ പോയി എന്നോട് വിളിച്ച് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അമ്മേ മാതാവിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു.
അപ്പോൾ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് വന്ന് എന്നെയും മക്കളെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ പോകുന്ന വഴിയെല്ലാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി, അമ്മേ മാതാവേ എൻ്റെ ഹസ്ബൻഡ് ഒന്നും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ കൈക്ക് ചെറിയൊരു പൊട്ടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ യാതൊരു കുഴപ്പവുമില്ലാതെ മാതാവ് ഉടമ്പടി തൈലം വഴി ഞങ്ങളെ രക്ഷിച്ചതിന് മാതാവിന് 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെയും ഞാൻ കൃപാസന പത്രം വാങ്ങിക്കൊണ്ട് പോയി ഞാൻ ബസ് സ്റ്റാൻഡുകളിലൂടെയും റോഡുകളിലൂടെയും എല്ലാം കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഓഫനേജറി എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്തു കൊടുക്കും എല്ലാവർക്കും. പാവങ്ങളെ ഞാൻ എല്ലാ വിധത്തിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കും. എൻ്റെ ആത്മീയമായ വളർച്ച എന്ന് പറയുന്നത്, ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിക്കും, അരമണിക്കൂർ കൊന്ത ചൊല്ലി ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെയും ഞാൻ വിശുദ്ധ കുർബാന പോകാറുണ്ട്. ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിന് 1000 നന്ദി.